തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നവരെ എന്നെ അകത്തിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയമായി മുതലെടുത്താണെന്നാണ് തോന്നുന്നത്. രണ്ട് കാര്യങ്ങളാണ്. CPM പ്രധാനമായിട്ട് ഈ ഇലക്ഷനിൽ മുമ്പോട്ട് വെച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പകരമായിട്ട് വെച്ച നറേറ്റീവ് എന്ന് പറയുന്നത് കോൺഗ്രസിലെ പല ആൾക്കാരും സ്ത്രീ പീഡകരാണ്. മുഖ്യമന്ത്രി പോലും, എനിക്കത് വേദന തോന്നി, മുഖ്യമന്ത്രി പോലും വന്നിട്ട് യാതൊരു മടിയുമില്ലാതെ കൊന്നു കളയുമെന്ന് വരെ അവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അവർ തമ്മിലുള്ള പേഴ്സണൽ കോൺവെർസേഷനിൽ എന്നെ നീ കൊല്ലുവോ എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, എടാ നിന്നെ കൊല്ലാനാണെങ്കിൽ എങ്ങനെ ആവശ്യമില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പോലും അത് ആ കൊല്ലുക എന്ന വാക്കിന്റെ ധ്വനി മാറ്റി പ്രയോഗിക്കുകയുണ്ടായി. അപ്പം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അറിയാം, ഞാൻ വെളിയിൽ വരികയാണെങ്കിൽ ഞാനാണല്ലോ ഇതിനെതിരെ ക്യാമ്പയിൻ ചെയ്തത്. പ്രധാനമായിട്ട് എന്റെ ചോദ്യം തെരഞ്ഞെടുപ്പിൽ ആ ബലിയാട് രാഹുൽ ഈശ്വർ ആയിരുന്നു. അതൊരു അനുഭവമാണ്. ഒരു പക്ഷേ ദൈവം വിധിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ഈ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു. അത് എല്ലാ പ്രവാചകന്മാരുടെയും അർത്ഥമാണ്. അതായത് ദൈവത്തിന് നമ്മളെ കൊണ്ടൊരു പ്ലാൻ ഉണ്ട്. ഒരു പക്ഷേ നമ്മളിപ്പം സഹായിക്കാൻ തീരുമാനിച്ച 4-5 ജയിൽ പുള്ളികൾക്ക് വേണ്ടിയായിരിക്കാം. എന്തിനാ പോകണമെന്ന് നമുക്കറിയില്ല. നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലെ അർത്ഥത്തിലായിരിക്കും. എനിക്കത് കിടക്കുന്നതിൽ വിഷമമില്ല. പക്ഷേ വിഷമം എന്താന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഇത് മിസ്യൂസ് ചെയ്യാം. രണ്ട് പോലീസും പ്രോസിക്യൂഷനും കള്ളം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും. അങ്ങനെ കള്ളം പറയും. അങ്ങനെ കള്ളം പറഞ്ഞു തുടങ്ങിയ പിന്നെ അവസാനമില്ല. ഇങ്ങനെ വിഷമമേ. അതായത് 11-ാം തീയതി, അതായത് പോലീസുകാരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 11-ാം തീയതി എനിക്ക് ജാമ്യം തരാമെന്നായിരുന്നു. പോലീസുകാർ വിരോധമൊന്നുമില്ല. പോലീസുകാർ അനുകൂലമായിട്ട് റിപ്പോർട്ടും കൊടുത്തു. ഇയാൾ സഹകരിച്ചു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ അന്ന് കേട്ടാൽ അന്ന് കിട്ടും, ജാമ്യം കിട്ടണ്ട. അന്ന് അഡ്വക്കേറ്റ് കയറി പറഞ്ഞു റിപ്പോർട്ട് കിട്ടിയില്ല എന്നൊക്കെ കള്ളം പറഞ്ഞ് എന്ത് ചെയ്യും? അപ്പൊ റിപ്പോർട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ജഡ്ജി 2-3 ദിവസം മാറ്റി വെക്കും. അതിനുശേഷം ശനി ഞായറുമാണ്, പിന്നെ തിങ്കളാഴ്ചയാണ്. അങ്ങനെ കള്ളം പറഞ്ഞാൽ, അപ്പൊ എൻ്റെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, കള്ളം പറഞ്ഞ് നമ്മൾ ചെയ്യരുത്. ഒരു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല വാദങ്ങളും കാണും. ഈ വാദവും ആ വാദവും, ഈ വ്യാഖ്യാനവും, ഇടത് വ്യാഖ്യാനവും വലത് വ്യാഖ്യാനവും സെൻട്രിസ്റ്റ് വ്യാഖ്യാനവും ഒക്കെ കാണും. പക്ഷെ കള്ളം പറഞ്ഞാൽ അതിന് അവസാനമില്ല. ആ കള്ളങ്ങളാണ് ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തത്. പോലീസ് എന്തൊക്കെ കഥയുണ്ടാക്കി. തൃശ്ശൂർ ജോയ് പാലസിൽ നിന്ന് കോൺസ്പിറസി ഉണ്ടായി, 2013 അബാദ് പ്ലാസയിൽ കണ്ടു. എന്തെങ്കിലും തെളിവുണ്ടോ? ഇരുന്ന് കഥ എഴുതുക, ചുമ്മാ ഇരുന്ന് അയാൾ കഥ എഴുതുകയാണെന്ന് പറയുന്നത് പോലെ പോലീസ് ഇരുന്നങ്ങ് കഥ എഴുതുകയാണ്. അതിനൊരു അവസാനം ഇല്ലേ?